ഹായ് ആൻഡ് വെൽക്കം ടു പർപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിഡ്ലൻ ചിക്കൻ റോസ്റ്റാണ്. ഇത് സിമ്പിളാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന് വേണ്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി. ബാക്കി ഇൻഗ്രീഡിയൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പകുതി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ചെറിയ ഉള്ളിയായിട്ട് ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇനി നമ്മൾ ചിക്കൻ കഴുകിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് പേസ്റ്റ് ആക്കിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുള്ളത് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിക്ക് അനുസരിച്ച്, ഇത് ഞാൻ നല്ല സ്പൈസി ഉള്ളവർക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ആ മസാല ചിക്കനിൽ നല്ല രീതിയിൽ കോട്ടാകുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇത് ഒരുപാട് നേരം വെച്ചേക്കണമെന്നില്ല, വെച്ചിരുന്നാലും നല്ലതാണ്. ഇനി ഒരു അടുപ്പിൽ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് വഴറ്റുക. അതിലേക്ക് കറിവേപ്പില ഇടുക. എന്നിട്ട് അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളിയും ഇതെല്ലാം കൂടെ നല്ലപോലെ അധികം വെന്തൊടയണമെന്നില്ല, ഒന്നൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ചേർക്കാം, അത് ഓപ്ഷണലാണ്. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ജീരകം വറുത്ത് പൊടിയാക്കിയതാണ്. അപ്പോൾ ഇതൊന്ന് ആ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ഇടുക. ചിക്കൻ ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. അപ്പോൾ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. വെള്ളം ചേർക്കുകയേ വേണ്ട, ചിക്കനിലെ വെള്ളം അതിനകത്ത് ഇറങ്ങും. അതുകൊണ്ട് തന്നെ അതും ആവിയും വെച്ചിട്ടാണ് ഇത് കുക്കാകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റി മസാലയൊക്കെ ഓരോ ചിക്കൻ പീസിലും കോട്ടായിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഇനി അത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിൾ ഡിഷാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചപ്പാത്തിയോ നാനോ പൊറോട്ടയോ അല്ലെങ്കിൽ ഈവൻ ഗീ റൈസ് വെച്ചും നമുക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എരി നിങ്ങളുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.